നമസ്കാരം. നമ്മൾ ഏത് രാജ്യത്ത് ജീവിച്ചാലും ആ രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയും അതുപോലെ തന്നെ അവരുടെ സമാധാനവും ആ രീതികളുമൊക്കെ വളരെ ഗൗരവമായിട്ട് കാണുകയും ആ രാജ്യത്തോട് കൂറ് കാണിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും പല ഇൻ്റർവ്യൂസുകളിലും ഒക്കെ ഈ വിഷയം കുറേയൊക്കെ സംസാരിച്ചതാണ്. എങ്കിലും ഇത്തവണ എത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ നഴ്സസ് അസോസിയേഷനുകളും നഴ്സസ്മാരായിട്ട് ഒരുപാട് സംവാദങ്ങൾ വരാറുണ്ട്. ഓഫ് കോഴ്സ് ഏത് സമയത്തും നമ്മൾ ഓടിയെത്തുന്നതും അവരുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുവൈറ്റിലെ ഇവിടുത്തെ അറിയപ്പെടുന്ന സംഘടനകളിലൊന്നായ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റിൻ്റെ എന്നോക്കയുടെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അവരപ്പോൾ ഈ പശ്ചിമേഷ്യൻ അസമാധാന കാലത്തുണ്ടായ അനിശ്ചിതത്വങ്ങൾക്ക് മുന്നിൽ നിന്ന് പടനയിച്ച ഫ്രണ്ട് ലൈനേഴ്സിനെ ആദരിക്കാനും നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ആൽബത്തിലൂടെ ആ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും നല്ലൊരു ഉദ്യമമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ആതുര സേവന രംഗത്തെ ജീവിത തിരക്കിനിടയിൽ ഇത്രയും മനോഹരമായിട്ട് അതിനെ ചിത്രീകരിക്കാനും അതിന് സമയം കണ്ടെത്തുക എന്നൊന്നും പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ നിൽക്കുന്ന രാജ്യത്തോടുള്ള പ്രതിബദ്ധത, നന്ദി, അതൊക്കെ നമ്മൾ ഈ സമ്പാദിക്കുന്നതോടൊപ്പം അവർക്കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവർ നമ്മളോടൊപ്പം ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്നോട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഈ ഒരു ഉദ്യമത്തിലോട്ട് വരാൻ പെട്ടെന്ന്, അതിപ്പോൾ അത്ര എളുപ്പമുള്ള സമയമല്ല, എങ്ങനെ സാധിക്കുന്നു? അതായത് ലോകമെമ്പാടുമുള്ള നേഴ്സുമാർ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നേഴ്സസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളുടെ അസോസിയേഷൻ ലീഡ് ചെയ്യുന്ന പല പരിപാടികൾ വിർച്വലായിട്ടും ഓഫ്ലൈനായിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഈ വർഷത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് നമുക്കൊരു ഇവൻ്റ് നടത്താൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററായ സൗമ്യ എബ്രഹാം ഇങ്ങനൊരു ഐഡിയ നമുക്ക് തന്നു. അതായത് നമുക്ക് ഒരു മ്യൂസിക് ആൽബം ചെയ്താലോ എന്ന്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ ഞങ്ങൾക്ക് ഉരുത്തിരിഞ്ഞ ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും. ട്രെൻഡെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ കറൻ്റ്ലി അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും നമ്മളെ കാവൽ ചെയ്യുന്ന ഒരു കൂറ്റം ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട്, അല്ലേ? അപ്പം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത്? അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു ട്രിബ്യൂട്ട് ടു ഫ്രണ്ട് ലൈനേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ എത്താൻ സാധിച്ചത്. പിന്നെ നമ്മൾ അതിൽ കൊറിയോഗ്രാഫി ആയിട്ട് അതിൻ്റെ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തി. പിന്നെ ഓഫ് കോഴ്സ് ഡ്യൂട്ടിയുടെ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ഇത്രയും പേരെ ഡ്യൂട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഈ ഒരു സംരംഭം ഞങ്ങളുടെ നേഴ്സസ് ഡേയുടെ ദിനത്തിൽ അത് റിലീസ് ചെയ്യുക. തുടർന്ന് ഈ വർഷത്തെ നേഴ്സസ് ഡേ ഞങ്ങൾ ഫ്രണ്ട് ലൈൻ നേഴ്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും പ്രസിഡന്റ് സജിബാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. സെക്രട്ടറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീന അല്ലേ? ടീന, ആക്ച്വലി ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ മാറി മാറി വരുന്ന ഷിഫ്റ്റുകളും അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ കുടുംബകാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്ര സുഖകരമല്ല ഇത്രയും പേരെ അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിന് സമയം കണ്ടെത്തിയത്? എങ്ങനെ ഇത് ഏകീകരിക്കുന്നു? ആക്ച്വലി ഇത് ഞങ്ങൾക്ക് വളരെ ചാലഞ്ച് ആയിരുന്നു. കാരണം ഇത് പറഞ്ഞതുപോലെ ഒരു പബ്ലിക് ഗ്യാതറിംഗ് പറ്റില്ല, ഒരു മീറ്റിംഗ് പറ്റില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ നടത്താൻ പറ്റിയില്ല ഇപ്രാവശ്യം. എങ്കിലും ഞങ്ങൾ ഇത് കോർഡിനേറ്റ് ചെയ്ത് ഡാൻസേഴ്സ് ആയിട്ടുള്ളവരെ നമ്മുടെ സ്റ്റാഫിൽ നിന്ന് തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഡാൻസേഴ്സിനെ സെലക്ട് ചെയ്തു. ആദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഒരു വെന്യൂ വീഡിയോഗ്രാഫി ഞങ്ങൾ സെറ്റ് ചെയ്തു. നിലവിലെ സാഹചര്യങ്ങളും പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഇതും എല്ലാ പരിമിതികളും ഇത് ചെയ്ത് കൺസിഡർ ചെയ്തു. എന്തായാലും ഈ വിഷയത്തിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാവുന്നതാണ്. നല്ല കാറ്റാണ്, മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അതായത് ചൂടുകാലത്തെ വരവേൽക്കാനുള്ള ഒരു നല്ല നീക്കത്തിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. എന്തായാലും ഇവരുടെ ഈ പറഞ്ഞ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതോടൊപ്പം ഈ ആഴ്ചയിലെ വാർത്തകളും വിശേഷങ്ങൾക്കും ഒക്കെ ഒപ്പം കുറച്ചുകൂടെ ആൾക്കാർ ഇവരുമായിട്ടുള്ള മറ്റു മെമ്പേഴ്സുമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളും അവരുടെ എന്താ പറയുക അനുഭവങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ലൈനിൽ നിന്ന്
ഈ ഒരു അസമാധാന സമയത്ത് നമ്മളെ നയിച്ച, നമ്മളെ ഉറക്കത്തിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ സൗകര്യം ഒരുക്കി തന്ന ആൾക്കാരെ ആദരിക്കാനായിട്ട് ഇവരുണ്ടാക്കിയൊരു ട്രിബ്യൂട്ടിൻ്റെ ടീമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമ്മൾ മുമ്പേ പരിചയപ്പെട്ടത് പ്രസിഡന്റ്, സെക്രട്ടറി ആണെങ്കിൽ അവരുടെ കൂടെ ഒരു സന്നാഹം തന്നെയുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു അസോസിയേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലിരിക്കുന്ന ആ 2-3 വ്യക്തികളിലല്ല, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ളൊരു സത്യം. പലപ്പോഴും അവരൊന്നും ഫ്രണ്ടിലോട്ട് വരില്ല എന്നുള്ളൊരു സത്യവും. എന്തായാലും ഇത്തരം ട്രിബ്യൂട്ട്സ് നമ്മൾ ആ നാടിനോടുള്ള സ്നേഹം, ആ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഉത്തേജകം, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ആശയം കൊണ്ടുവന്ന നമ്മളോടൊപ്പം ചേരുന്നു. പേരെങ്ങനെയായിരുന്നു? സൗമ്യ. ഒരു നല്ലൊരു ആശയമായിരുന്നു. ആശയം വന്നു, അത് നിങ്ങൾ ഏകദേശം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു ആ ഒരു? ഞങ്ങളുടെ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റ് എന്ന കൊച്ചു കുടുംബം, 900 മെമ്പേഴ്സിൽ അധികമുള്ള ഈ കൊച്ചു കുടുംബത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി കാര്യങ്ങളും ചെയ്യണമെന്ന മോഹവുമായാണ് നമ്മൾ മുന്നോട്ടിറങ്ങുന്നത്. എങ്കിലും നമ്മുടെ കറൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് അതൊക്കെയും ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ്. എങ്കിലും നമ്മൾ മെഡിക്കൽ ടീം ആയതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നമ്മുടെ കുവൈറ്റിനെ അത്യധികം ആദരവോടുകൂടി നമ്മൾ അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് നമ്മൾ ഒരു ട്രൈബ്യൂട്ട് നമ്മുടെ ഫ്രണ്ട് ലൈനേഴ്സിന് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. താങ്ക് യു സൗമ്യ, ഗുഡ് അറ്റംപ്റ്റ്. പേരെന്താണ്? പീറ്റർ. ആക്ച്വലി ക്യാമറ, വീഡിയോ അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെ കുറേ പണി ഇതിനകത്തുണ്ടല്ലേ? എങ്ങനെയായിരുന്നു താങ്കളുടെ അല്ലെങ്കിൽ ഈ ടീം വർക്ക്? സത്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഇതിനകത്ത് വലിയൊരു ഇതായിരുന്നു. എങ്കിലും എല്ലാവരും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും, നമുക്ക് ഈ ഡാൻസേഴ്സ് ഒത്തിരി സഫർ ചെയ്തു. ഇതിന് പുറകിൽ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തായിരുന്നു. സൗമ്യച്ചറുടെ നേതൃത്വത്തിൽ നമ്മൾ കമ്മിറ്റിക്കകത്ത് തന്നെ നമ്മൾ ഇതിനകത്തൊരു കറക്റ്റ് ഒരു ഫോർമാറ്റിൽ ഓരോ ഡാൻസേഴ്സും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോ എടുത്ത് പുറത്ത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. എന്തായാലും പീറ്റർ, എനിക്ക് തോന്നുന്ന സിറിഞ്ച് കൊണ്ടുപോകുന്നതല്ല, മൈക്ക് താഴോട്ട് കൊണ്ടുപോകായിരുന്നു. മിസ്റ്റർ സിറിൽ, താങ്കൾ കഴിഞ്ഞ സംഘടനയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പിന്നെ അന്നും നമ്മളിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. എങ്ങനെ നോക്കി കാണുന്നു ഇപ്പോഴത്തെ ഈ അസമാധാനവും അല്ലെ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം? തീർച്ചയായും നമ്മുടെ സാഹചര്യമൊക്കെ വളരെ മാറിയൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. യുദ്ധത്തിൻ്റേതായ ഭീതിജനകമായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ രാജ്യം കുവൈറ്റ് കടന്നുപോയി, അതുപോലെ GCC കൺട്രിയുള്ള മറ്റു രാജ്യങ്ങൾ കടന്നുപോയി. എന്നാൽ ഈ സിറ്റുവേഷനിലെല്ലാം നമുക്ക് ഫ്രണ്ട് ലൈനേഴ്സിനോടൊപ്പം നഴ്സസായി ഞങ്ങളും മുൻനിരയിൽ തന്നെ പ്രവർത്തിക്കുവാൻ നമുക്കും ഇടയായി. എല്ലാ വർഷവും നഴ്സസ് ഡേയോടനുബന്ധിച്ച് നമ്മൾ ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ വളരെ വിപുലമായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തതിനാലാണ് സംഘടനയായിട്ട് ഇങ്ങനെ ഒരു ആശയമായിട്ട് മുമ്പോട്ട് വന്നത്. ഫ്രണ്ട് ലൈനേഴ്സിന് ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ലൈനേഴ്സായിട്ട് വളരെയധികം ആൾക്കാർ, ലൈക്ക് മിലിറ്ററി, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റനേകം ആൾക്കാർ ഇതിൽ പ്രവർത്തിച്ചു. ഈ രാജ്യത്തോട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഇതിൽ വർക്ക് ചെയ്ത ഫ്രണ്ട് ലൈനേഴ്സിനോട് നമ്മൾ അവർക്ക് ഒരു ആദരവ് സമർപ്പിക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ 2-3 മാസമായിട്ട് കുവൈറ്റ് തന്നെയല്ല, ഈ ലോകം തന്നെ ഭീതിയോട് കണ്ടിരുന്ന ഒരു യുദ്ധ ഭീകരതയായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ദൈവം നമുക്ക് നല്ലൊരു അവസരം ഒരുക്കി തന്നു. നേഴ്സസിനെ സംബന്ധിച്ച് നേഴ്സസ് ഡേ വളരെയധികം സന്തോഷവും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. നല്ലൊരു നേഴ്സസ് ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ ഒത്തിരി തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരുന്നു. അതിനുള്ള Before every great move, there is focus. They shop, they lead, they deliver. Because the best choose the best. Al Musaini Exchange, always near you. നമ്മളിപ്പോൾ ഈ സാഹചര്യങ്ങൾ അതിജീവിച്ചെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾക്ക് മുന്നിലിടയിൽ ഒരുപാട് അനിശ്ചിത്വങ്ങൾ, ഒരുപാട് തൊഴിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും രോഗികളായിട്ട് വരുന്നവരുടെ ടെൻഷൻ അടിച്ച് വരുന്നവരും അറ്റാക്കായിട്ട് വരുന്നവരും മരണമൊക്കെ കാണുന്നുണ്ടല്ലേ?
അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം, ഇത്തരം ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ അതിജീവിക്കാം? ആരാ പറയുന്നത്? പേരെന്താണ്? റോജീഷ്. റോജേഷ് പറയൂ. ഈ അറിയാമല്ലോ, ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളോടുകൂടി നമ്മുടെ ആൾക്കാരൊക്കെ വന്നും പൊക്കൊണ്ടു ഇരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ ട്രിബ്യൂട്ടിൻ്റെ കൂടെ തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെ കാണാം? അതെ, ആദ്യം തന്നെ പല സമയത്തും നമ്മൾ പല യുദ്ധങ്ങളും നമ്മൾ വാർത്തകളിലൂടെയും ഇതിലൂടെയും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചു. അന്നേരം നമ്മൾ വിചാരിച്ചു അത് അവിടെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചു. അന്നേരം വിചാരിച്ചു നമ്മൾ അത് അവിടെ അല്ലേ. പിന്നീട് അവിടെ നിന്നുള്ളതായ ഓരോ ആക്രമണങ്ങളും പല GCCയിലെ പല പ്രദേശങ്ങളിലും വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭീതി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പല സമയത്തും രാത്രികളിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഈ ഡ്രോണുകളുടെയൊക്കെ അറ്റാക്കുകളൊക്കെ വരുമ്പം ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ചിന്തിച്ച് കാണും, നാട്ടിലോട്ട് ഇനി ഒരു പോക്ക് ഉടനെ ഉണ്ടാവുമോ ഇല്ലയോ, ഇതിപ്പോൾ ഉടനെ അങ്ങനെ തീരുമോ ഇല്ലയോ എന്നുള്ളതായ ഒരു അനിശ്ചിതത്വം എല്ലാവരുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേഴ്സുമാർ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും അവധിയിലായിരുന്ന പല നേഴ്സുമാരും ഉടൻ തന്നെ റീജോയിൻ ചെയ്യുകയും ഈ രാജ്യത്തോട് ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാമോ അത്രത്തോളം ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. തീർച്ചയായിട്ടും വളരെ നന്ദി. അങ്ങേയറ്റത്തിരിക്കുന്ന ആളുടെ മുഖം കാണുമ്പോൾ അറിയാം യുദ്ധസമയത്ത് വല്ലാണ്ട് ഭയപ്പെട്ടു എന്നുള്ളതല്ലേ. അപ്പോൾ ഈ സൈറൻ മുഴങ്ങുന്നതിനിടയിലൂടെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നല്ലോ. അപ്പോൾ ആ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? പേരെങ്ങനെയാണ്? ഷെറിൻ നമ്മുടെ ഒരു സജീവ പ്രവർത്തകയാണ് സംഘടനയുടെ. എങ്ങനെയായിരുന്നു ആ സൈറൻ മുഴങ്ങുന്നതിനിടയിലൂടെ താങ്കളൊക്കെ യാത്ര ചെയ്തു? ജഹറിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഫർവാനിയ. സ്വാഭാവികമായിട്ട് ആ ഏരിയയിലൊക്കെ എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് അനുദിനം ഈ ശബ്ദങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ശരിക്കും ഭയന്നോ നാട്ടിലോട്ട് പെട്ടെന്ന് പോയാന്നൊക്കെ തോന്നിയായിരുന്നോ? വിടത്തില്ല. ആദ്യമൊക്കെ പോകണമെന്ന് തോന്നിയായിരുന്നു. പക്ഷേ എക്സിറ്റ് കിട്ടില്ല. വിടത്തില്ല. പിന്നെ ആകെ ആശ്രയം ദൈവത്തിനെ മാത്രമായിരുന്നു. പിന്നെ നമുക്ക് കാണാമായിരുന്നു വരുന്നതും തടഞ്ഞതെന്നതും എല്ലാം വെളിയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാം. ഡ്യൂട്ടിക്ക് പോയാലും തിരിച്ച് ഇപ്പോൾ ന്യൂക്ലിയർ ഇടും, ഒരു ഗുളിക തന്നെ അവിടെ എടുത്ത് വെച്ചിരുന്നു. അതെന്താ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോയാൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വിടത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഓരോ രീതിയിലായിരുന്നു. പിന്നെ ഇപ്പം പകുതിയിൽ കുറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഷെറിൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾക്കിത് കടന്നു നമ്മൾ കരുതുന്നു, പക്ഷേ ഇനിയും അത്തരം അവസാനിച്ചു നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അപ്പം ഹോസ്പിറ്റലുകളിലേക്കുള്ള സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ജാഗരൂകരായിട്ടിരിക്കാനുള്ള നിർദ്ദേശങ്ങളും എല്ലാം വരുമ്പം മറ്റുള്ളവരുടെ ഭയപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിൽ ഒതുക്കി ഇപ്പം ഷെറിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രീതിയിലുള്ള ഭയാനകമായ കുട്ടികൾ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ പോകാൻ പറ്റുന്നില്ല, നാട്ടിൽ പോകാനായിട്ട് അവധി എടുത്തിട്ട് എക്സിറ്റ് ഇട്ടായിരുന്ന ആൾക്കാരുണ്ട്, നാട്ടിൽ നിന്ന് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത കടമ്പകളിലൂടെ കടന്നു പോയല്ലേ. പേരെന്താണ്? ഡെന്നി അല്ലേ? എവിടെ സ്വദേശം? പത്തനംതിട്ട. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ജില്ലക്കാരെല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഈ കൂടെ. നമ്മുടെ ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ് എല്ലാ ദേശങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം, എല്ലാ ജാതികളും എല്ലാ മതങ്ങളും പല രീതിയിലുള്ള കൂടിച്ചേരലുകളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരൊന്നും ഈ പ്രവർത്തന മേഖലകളിൽ സജീവമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വാചാലരാകാൻ ഇവരൊന്നും അത്ര മുന്നോട്ട് വരാറില്ല. കാരണം അവരുടെ ശൈലി പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. അതാണ് ആതുര സേവന രംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റു സ്ഥലത്ത് നമുക്ക് ലീവ്, ജാമ്യം, മറ്റു പല രീതിയിൽ മാറി നിൽക്കാൻ സാധിക്കുമെങ്കിൽ രോഗികളുടെ അടുത്തും അതിനെ ആശ്രയിക്കുന്നവരുടെ അടുത്തും യാതൊരു രീതിയിലുള്ള എക്സ്ക്യൂസുകളില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളാണ് വർത്തമാനങ്ങളിൽ കൂടുതലും ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആക്ച്വലി നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഇപ്പം സമയം സൂചിപ്പിച്ചു, ഡാൻസേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ള കൊറിയോഗ്രാഫേഴ്സ്, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കാവുന്ന എന്താണ്? ഡാൻസേഴ്സ് അല്ലേ? ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസേഴ്സിൻ്റെ ടാലൻ്റാണ്. അവർ ഇതിനകത്ത് ഒത്തിരി എഫേർട്ട് എടുത്ത് നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വരാൻ പോകുന്നത്. അപ്പം മെയിൻലി ഞങ്ങളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡാൻസേഴ്സിൻ്റെ ടാലൻറ്റ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഡാൻസിൻ്റെ സീനുകളിലൂടെ ഒന്ന് കിടക്കാം. നമ്മൾ ഇന്ന് നടത്തിയ ചർച്ചയുടെ വിഷയത്തിൽ ആ ട്രിബ്യൂട്ടിൽ ഉൾപ്പെടുന്ന ഡാൻസേഴ്സാണ്. പക്ഷേ നമ്മൾ സാധാരണ കുവൈറ്റിൽ നിന്ന് ഇങ്ങനെ ഡാൻസുകളൊക്കെ ഇടുമ്പോൾ ഒന്നുകിൽ സ്കൂൾ കുട്ടികൾ അവരുടെ കോസ്റ്റ്യൂംസിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടായത്. ഇവരെ കാണുമ്പോഴും നേഴ്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളെല്ലാം ഇവിടുത്തെ സ്കൂൾ കുട്ടികളെ പോലെ തന്നെ തോന്നും. എല്ലാവരും ഓരോരോ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ ഡാൻസ് പഠിച്ചവരാണോ നിങ്ങൾ? പേരെന്നാണ്? റോഷൻ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ജോലിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ കോസ്റ്റ്യൂംസ് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലേ? എങ്ങനെ കാണാം?
ഞങ്ങൾക്ക് ആക്ച്വലി അസോസിയേഷനിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം തന്നതിന് ആക്ച്വലി ഞങ്ങൾ നോക്ക് അസോസിയേഷന് ആദ്യമേ താങ്ക്സ് പറയാണ്. പലരും ഞങ്ങൾ ചിലവർ ഡാൻസ് പഠിച്ചവരാണ്, ചിലവർ ഡാൻസ് പഠിക്കാത്തവരാണ്. പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. വെരി ഹാപ്പി, വി ആർ വെരി ഹാപ്പി ടു ബി പാർട്ട്. പറയൂ, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയൂ. ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫർവാന ഹോസ്പിറ്റലിൽ ICUയിൽ വർക്ക് ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് ഈ ടെൻഷനും സ്ട്രെസ്സും ഉള്ള ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവർക്കും ടെൻഷൻ നിൽക്കുന്ന റിലീഫ് ആവാനായിട്ട് നല്ലൊരു ചാൻസ് ആണ്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ എറണാകുളം. എവിടെ വീട്? കോട്ടയത്ത് എവിടെയാണ്? പേരെന്താണ്? അയ്മനം. ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? ഡാൻസ് തീരുമാനമാക്കി, ചെറുപ്പത്തിൽ പഠിച്ചു തുടങ്ങി, അത് ഇപ്പോൾ ഒരു അവസരം വന്നു അല്ലേ? താങ്കളുടെ പേര്? ബിന്ദു. എവിടെയാണ് സ്വദേശം? കോട്ടയത്ത് എവിടെ? അരിപ്പറമ്പ്. എനിവേ, അതും ഏത് ഹോസ്പിറ്റലാണ്? ഫർവാനിയല്ല. അപ്പം പല ഹോസ്പിറ്റലുകളിൽ നിന്ന് വന്നു അല്ലേ? പല രീതി. അപ്പോൾ ഓരോ സ്റ്റെപ്സിനും പല രീതിയിലായിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചായിരിക്കും. എന്താണ് പേര്? ജിഷയുടെ സ്വദേശം? വർക്ക് ചെയ്യുന്നത് ഫർവാനിയ അല്ലേ? സീമ വന്ന് ഡാൻസ് കളിച്ച് നമ്മളിപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ പരിപാടികളൊക്കെ നമ്മൾ കണ്ടെങ്കിലും ഡാൻസ് കളിച്ചപ്പോഴാണ് കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവം. നല്ല അനുഭവമായിരുന്നു. നാട്ടിലെവിടെയാണ്? തൃശ്ശൂർ. ഇവിടെ സോണിയ. നാട്ടിലെവിടെയാണ്? കാലടി. വർക്ക് ചെയ്യുന്നത് സഭ ഹോസ്പിറ്റൽ. ഏതാണ്ട് ഡിസ്ട്രിക്ട്സുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് റെനി. നാട്ടില് പത്തനംതിട്ട കോന്നിയിലാണ്. കോന്നി. ഞാൻ വർഷ. ഇവരെല്ലാം നമ്മൾ പരിചയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അറിയാലോ, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന, പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന, പല ജില്ലയിൽ നിന്ന് വന്നവർ. അപ്പോൾ ആ ഡാൻസിൻ്റെ മാധുര്യമത എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരാളോട് ചോദിക്കാനുണ്ട്. സൗമ്യ അല്ലേ? സൗമ്യയുടെ സ്വദേശം? അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ല. ആലപ്പുഴ. ഏത് ഹോസ്പിറ്റലാണ്? ഫർവാനി ഹോസ്പിറ്റൽ. ഓക്കെ. താങ്കൾ? എൻ്റെ പേര് ഷാജില, പത്തനംതിട്ടയാണ് സ്വദേശം. ഫർവാനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സുമി, ഫർവാനി ഹോസ്പിറ്റൽ ICUയിൽ. നമ്മൾ മുമ്പ് സംസാരിച്ച ആൾ തന്നെയാണ്. കറങ്ങി വിടത്തി? അല്ല. ആ സുമിയെ നമുക്കറിയാലോ. സുമിയെ ഫർവാന ഹോസ്പിറ്റലിൽ നടന്ന കോസ്റ്റ്യൂംസ് കണ്ടപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ല കേട്ടോ. അതാണ് എന്തായാലും ഇവരുടെ ഒരു നൃത്തത്തിന്റെ ഒരു ചൂട് കാണാൻ പറ്റുമോ നമുക്ക്? നിങ്ങളിങ്ങനെ റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3. നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് സിന്ധുജി. ആക്ച്വലി നഴ്സുമാർക്കും ചൂട് വെച്ച് കൊടുക്കാൻ തുടങ്ങിയല്ലേ? അതെ, ഇവര് വളരെ ടാലന്റഡ് ആയിട്ടുള്ള നഴ്സസ് ആണ്. ഇവരെ പല ഒക്കേഷനിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ടുഡേ ഐ എം സോ പ്രൗഡ്. ഈ ഒരു മൊമെന്റിലും ഇവർ എന്നെ തന്നെ വിളിക്കുകയും ചെയ്തു. For businesses, our corporate team is always ready to provide you with dedicated and tailor-made services. 135 plus branches, 80 plus years of experience. Al Muzaini Exchange, Kuwait's #1 exchange company since 1942. ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? സംവിധായകനായിരിക്കുമോ, തിരക്കഥാകൃത്തായിരിക്കുമോ, അതോ പടം നയിച്ച യോദ്ധാവാകുമോ? ട്രീസ ആക്ച്വലി ഇവിടെ പറഞ്ഞു ഇന്ന ആളാവുന്നതൊക്കെ നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയാണല്ലോ കേരളത്തിലോട്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടിയും ചില നന്മയ്ക്ക് വേണ്ടിയും വികസനത്തിനും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരു നല്ല രീതിയിലോട്ട് ചിന്തിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആര് മുഖ്യമന്ത്രിയാണെന്നാണ് അഭിപ്രായം? എന്നെ സംബന്ധിച്ച് നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ നമ്മുടെ VD സതീശൻ തന്നെ ആയിരിക്കണം. കാരണം 10 വർഷം ഒരു നേതാവ് ഭരിച്ചു, അതിനൊരു മാറ്റം നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു. എപ്പോഴും ഭരണാധികാരികൾ മാറി വരണം, എങ്കിലും അതിൻ്റെ വികസനങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ സതീശനെ ഓർത്താണ് നമ്മുടെ കേരള ജനം മുഴുവനും തന്നെ വോട്ട് ചെയ്ത് ഈ കോൺഗ്രസ് പാർട്ടിയെ ഉന്നത വിജയത്തിലെത്തിച്ചത്. എന്തായാലും ഇവർ പറഞ്ഞതെല്ലാം ദയവായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഈ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഒരു സൗഹൃദത്തിൻ്റെ പുറത്തൊന്നുമല്ല, വളരെയേറെ നമ്മളോട് നെഞ്ചോട് ചേർന്നിരുന്ന് സംസാരിക്കുകയും വരുമ്പോൾ കാണുകയും ചെയ്യുന്ന ആൾക്കാരാണ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ. അവരെപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വരികയും ഞങ്ങളോട് സംവാദം നടത്തുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് ഇഷ്ടക്കാരുമാണ്. പക്ഷേ ഈ സാഹചര്യത്തെയാണ് കേട്ടോ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിന് ഞങ്ങളൊരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പറയൂ, നിങ്ങളിൽ ഒരാൾ അഭിപ്രായം പറയൂ. നമുക്ക് ഒന്ന് മാറി ചിന്തിക്കൂ. ആരുമില്ലേ? ഒരാൾ എതിരില്ലേ? KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയും അല്ലെ മറ്റാരെങ്കിലും വരണമെന്നൊന്നും ഒരു അഭിപ്രായമില്ല ആർക്കും. ആര് വന്നാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളും അത് തുടരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കോൺഗ്രസിനെ ഇത്രത്തോളം നയിച്ച വ്യക്തി തുടരണമോ എന്നുള്ളത് നാട്ടിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നയിച്ച ആൾ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായിട്ടുള്ള വ്യക്തി. എന്നാൽ KC വേണുഗോപാലും
വളരെ പ്രാഗൽഭ്യമുള്ള നേതൃസ്ഥാനം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. എബി പറഞ്ഞതുപോലെ പിണറായി വിജയൻ നിർത്തിവെച്ച നല്ല കാര്യങ്ങൾ വീണ്ടും തുടരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പുള്ളിക്ക് കുറേ നെഗറ്റീവ്സൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ വേണം അടുത്ത മുഖ്യമന്ത്രി ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഏതൊക്കെ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ്, ഏതൊക്കെ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി ആയിരിക്കണം ഇനി വരുന്നവർ കൊണ്ടുവരേണ്ടത്? താങ്കൾ പറയൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു കേരളം ഒന്നടങ്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയായിട്ട് വന്നാലും കേരളം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടും ഒരു കൺസ്യൂമർ സ്റ്റേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് മാറി അതൊരു പ്രൊഡക്റ്റീവ് സ്റ്റേറ്റായിട്ട് മാറി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികളായിട്ട് ആരെങ്കിലുമൊക്കെ നാട്ടിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തൊഴിലവസരങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പേ കേരളത്തിലെ നേഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കിയതാണ്. ഇപ്പോഴും വിരലിൽ എണ്ണാവുന്ന ഹോസ്പിറ്റലുകൾ മാത്രമേ ഉള്ളൂ ഈ അടിസ്ഥാന ശമ്പളമായിട്ട് 40,000 രൂപ കൊടുക്കത്തുള്ളൂ. നാട്ടിലത്തെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ ചിലവ് കൂടിയ ഒരു സാഹചര്യത്തിലൂടെയാണ് എല്ലാവർക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നേഴ്സിംഗ് സമൂഹത്തിന് വേണ്ടി അടിസ്ഥാന ശമ്പളം എന്നുള്ളത് നാട്ടിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും 40,000 രൂപ ആക്കുക. പിന്നെ 2, കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ളത് മാറ്റി അതൊരു പ്രൊഡക്റ്റീവ് സ്റ്റേറ്റായിട്ട് മാറ്റി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ കേരളം എന്ന് പറയുന്നത് തീപ്പെട്ടിക്കൊള്ളിയുടെ ടാക്സ് കൊണ്ടാണ് ഇപ്പോഴും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നും ഒരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല. നല്ല വരുമാനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതലും സംരംഭങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ. ഈ ആതുര സേവന രംഗത്താണെങ്കിൽ കൂടിയും നമ്മുടെ നാടിനെ ഉറ്റുനോക്കുന്ന ആ ഒരു സാഹചര്യത്തെ, താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് തംസീൻ ഭായ്, പറയൂ, നമ്മുടെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം? ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഘടനയിൽ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയപരമായിട്ട് പല ആശയങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഒരു പാർട്ടി ജയിച്ച് ഒരു പാർട്ടി ഭരണമാറ്റം നടക്കുന്ന സമയമാണിത്. ഇപ്പം LDF ആയാലും UDF ആയാലും, ഇപ്പം ഇതിലെൻ്റെ സുഹൃത്തുക്കൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രസിഡന്റ് ചിലപ്പോൾ LDF ആയിരിക്കും, ഞാൻ ചിലപ്പോൾ UDF ആയിരിക്കും. ഇപ്പം ഈ കാര്യങ്ങൾ ഇപ്പോൾ ഏത് ഭരണമാറ്റം സംഭവിച്ചാലും ഞങ്ങൾക്ക് ഇപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് ഞങ്ങൾ പെട്ടെന്നൊരു നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞങ്ങളൊരു പെട്ടെന്ന് ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും സംഭവിച്ച് നാട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ച് അപകടം സംഭവിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ക്ഷേമനിധിയോ അവർക്കൊരു സഹായം രീതിയോ എന്തെങ്കിലും ഈ വരുന്ന ഗവൺമെൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഈ ബസ്സിലാണ്. താങ്കൾക്ക് പറയാം, നമുക്കിവിടെ പ്രവാസ ലോകത്തിരിക്കുന്നവർ കേരളത്തിൻ്റെ കണ്ണാടിയാണ്. നമുക്കിവിടെ ഇരുന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അതിനകത്തൊരു സ്വാർത്ഥ താല്പര്യം വരരുതെന്ന് മാത്രം. വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിന് തെറ്റില്ല. വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ പാർട്ടിക്കാരനായിരിക്കണം എന്നില്ല, അതെ, ചിലപ്പോൾ ആയിരിക്കാം. എന്നാൽ ഇപ്പോഴത്തെ നാട്ടിലെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച രീതിയിൽ ഇപ്പോൾ ഒരു വി ഡി സതീഷാണ് അവരെ കൺട്രോൾ ചെയ്ത് ആ പാർട്ടീനെ താഴെ നില മുകളിലേക്ക് എത്തിച്ചത്. സാറ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ ആര് മുഖ്യമന്ത്രിയാണ്? നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ആര് മുഖ്യമന്ത്രി ആവണമെന്ന്. എന്നാൽ നമ്മളൊരു യുദ്ധം നയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് പടം നയിച്ച ആൾ തന്നെ ആയിരിക്കണം നേതാവെന്നാണ് ഒരു സാമാന്യം എല്ലാവരുടെയും ഒരു കരുതൽ, അല്ലെങ്കിൽ ഒരു മനസ്സിൽ നമുക്കങ്ങനെ ആയിരിക്കും. കാരണം ഒരു യുദ്ധം നടന്നു കഴിയുമ്പം പുതുതായിട്ടൊരാൾ വന്നിട്ട് ഞാനാണ് നേതാവെന്ന് പറഞ്ഞ് വരുമ്പോൾ ആ ആളെ കണ്ടിട്ടാണ് ഈ ജനങ്ങളെല്ലാം വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രോസസ്സ് മുഴുവൻ നടന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ സാമാന്യ ജനങ്ങളുടെ ഒരു മനസ്സിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോയപ്പോൾ നമ്മൾ വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ചത്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആവുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. പട നയിച്ച യോദ്ധാവായിരിക്കണം രാജാവെന്നാണ് ഈ ഒരു കൂടിച്ചേരലിലൂടെ ആൾക്കാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. ആരും തന്നെ നെഗറ്റീവ് പറഞ്ഞായിട്ട് കണ്ടില്ല. അതിനകത്തൊരു സത്യവുമുണ്ട്. നമ്മളൊക്കെ പ്രവാസ ലോകത്തിരിക്കുമ്പം നമ്മളെയൊക്കെ കാണാൻ ഇവരെല്ലാം വരുന്നവരാണ്. എല്ലാവരും സുഹൃത്തുക്കളാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനൊക്കെ ഒരുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അത് ഇടതുനിന്നായാലും വലതുനിന്നായാലും ആര് വന്നാലും, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നാലും നമ്മളെയൊക്കെ വളരെ സ്നേഹത്തോട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നാലും അതെ. അങ്ങനെ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും പ്രവാസികളുടെ അടുത്ത് വരുമ്പോൾ ഇവരെല്ലാം സ്നേഹവാത്സല്യങ്ങളോടുകൂടിയാണ് നമ്മളോട് ഇടപെടുന്നുള്ളത് സത്യം. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ ഒരു പ്രത്യയശാസ്ത്രത്തിലൂടെ അവരുടേതായ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ ആ രാഷ്ട്രീയമൊന്നും മാറ്റി നിർത്തി സത്യത്തിനും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും അല്ലെങ്കിൽ വോട്ട് കുത്തിയവനോടുള്ള നീതി കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ട് പറയാൻ സാധിക്കണം.
കിട്ടിയ സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ വളച്ചൊഴിച്ച് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാക്കി ആ നേതൃസ്ഥാനം ഏറ്റെടുത്താൽ ആ വോട്ട് കുത്തിയ സാധാരണക്കാരൻ്റെ ഹൃദയത്തിലാണ് കുത്തുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വോട്ട് കുത്തിയ ആ മനുഷ്യർ, അല്ലെങ്കിൽ ഇന്നുണ്ടായ, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഭരണത്തിനുണ്ടായ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി പുതിയ ഭരണം വന്ന് നാട് നന്നാവാൻ വേണ്ടി വോട്ട് കുത്തിയ സാധാരണക്കാരായ മനുഷ്യരോടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും നിഷ്പക്ഷമായിട്ടുള്ള സമയത്ത് വിളിച്ചു പറയാനുള്ള, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കാണിക്കണമെന്നുള്ളതാണ് ഇതിനകത്തൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇനിയുള്ള അങ്ങോട്ടുള്ള നീക്കുപോക്കുകൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. പക്ഷേ കണക്കുകൂട്ടലുകൾ എവിടെയൊക്കെയോ തെറ്റിക്കുന്നുണ്ട്. അതിനി ഉണ്ടാവരുത്. സാധാരണക്കാരായ ആൾക്കാരുടെ വോട്ടുകളാണ് ഇത് ഒരു വിജയത്തിലെത്തിക്കുന്നതെന്നുള്ള സത്യം ഇനിയും മറക്കരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Because the best choose the best. Al Musaini Exchange, always near you. Flavor made for the squad. Carrot tastes better together. Dubai Karak Makani, the place of real Karak. Lulu, where the world comes to shop. Highway Center, a complete family shopping experience.